പോലും സമ്മതിക്കാത്ത നിയമസഭാ പ്രവർത്തനങ്ങളെ സ്തംഭിപ്പിച്ച ഇടതുപക്ഷത്തിന് നിയമസഭയിലേക്ക് ഇനി ഒരാളെ പറഞ്ഞയക്കണം എന്ന് പറയാനുള്ള ധാർമ്മികമായിട്ടുള്ള അവകാശമില്ല എന്ന് തന്നെ പറയട്ടെ. GK പോലുള്ള നേതാക്കളെയാണ് നമുക്ക് ആവശ്യം. അങ്ങനെയുള്ളവരാണ് നിയമസഭയിൽ പോകേണ്ടത്. അല്ലാതെ ഇത്തരക്കാരല്ല. തികഞ്ഞ സംസ്കാര ശൂന്യതയും കാടത്തവും കൊണ്ട് ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ നിയമസഭയുടെ അന്തസ്സിടിച്ചവരല്ല. ശബരിനാഥിനെ പോലെ ഭാവിയെപ്പറ്റി വ്യക്തമായ കാഴ്ചപ്പാടുള്ള, ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതകളുള്ള, നാളെയെപ്പറ്റി സ്വപ്നം കാണാൻ അറിയാവുന്നവരാണ്. ഭരണകർത്താക്കൾക്ക് ഒരു മാതൃകയാണ് ശ്രീ ഉമ്മൻചാണ്ടി. വികസനവും കരുതലും. അതിനൊരു ഉദാത്ത ഉദാഹരണമാണ് ജനസമ്പർക്ക പരിപാടി. ഈ ലോക മാതൃകയുടെ ഭാഗമാകാൻ ഞാനും ആഗ്രഹിക്കുന്നു. ഉമ്മൻചാണ്ടി സർക്കാർ കേരളം ഉന്നയിൽ ഉണർത്തിയ സർക്കാർ. നമ്മൾക്കൊരാളായി മുഖ്യനും നമ്മളോടൊന്നിച്ചു നിൽപ്പാൻ ജനസമ്പർക്ക പരിപാടി കൊണ്ടുവന്നു. ജനങ്ങൾക്കെല്ലാം ആശ്വാസം നിറഞ്ഞിടുന്നു. നമ്മൾക്കിടയിൽ ഉമ്മൻചാണ്ടി വന്നു നിന്നു. നമ്മളുടെ പരിഭവങ്ങൾ കേട്ടിടുന്നു. ഉടനായി നടപടിയേറെ ഉമ്മൻചാണ്ടി നൽകിടും പോലെ അതിവേഗം ബഹുദൂരം അഭിമാനം UDF ഭരണം. ഉമ്മൻചാണ്ടി പ്രിയപ്പെട്ട നേതാ ഉണർവായി പുതിയൊരു പാത. ഈ ഗവൺമെന്റിന് മുദ്രാവാക്യം വികസനവും കരുതലും. ഈ രണ്ട് കാര്യങ്ങളോടും 100% നീതി പുലർത്തി പ്രവർത്തിക്കാൻ 4 കൊല്ലം കഴിഞ്ഞു എന്നുള്ള ആത്മവിശ്വാസമാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക്. കഴിഞ്ഞ 4 വർഷം ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയും ഭാഗവുമാകാനാണ് ശബരിനാഥൻ നമ്മെ സമീപിക്കുന്നത്. കൊച്ചി മെട്രോ, കണ്ണൂർ വിമാനത്താവളം, കൊച്ചി സ്മാർട്ട് സിറ്റി, കാരുണ്യ പദ്ധതി വഴി 700 കോടി രൂപയുടെ ചികിത്സാ സഹായം, 900 സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ, 1970 കോടി രൂപയുടെ ബൈപ്പാസുകൾ, 9 മെഡിക്കൽ കോളേജുകൾ, ഓപ്പറേഷൻ കുബേര, അഭിമാനകരമായ ദേശീയ ഗെയിംസ്, പ്രവാസി വോട്ടവകാശം, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 412 കോടി രൂപയുടെ സഹായം, ഭൂരഹിതരായ 36,419 പേർക്ക് ഭൂമി, സാഫല്യം, സാന്ത്വനം, സൗഭാഗ്യ, ഗൃഹശ്രീ പദ്ധതികൾ വഴി എല്ലാവർക്കും പാർപ്പിടം, 1 രൂപയ്ക്ക് 1 കിലോ അരി, കൂട്ടിയ ക്ഷേമ പെൻഷനുകൾ, ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് വഴി ലഹരിമുക്ത ക്യാമ്പസുകൾ, 15 ലക്ഷം പുതിയ വൈദ്യുതി കണക്ഷൻ, 89 കുടിവെള്ള പദ്ധതികൾ, 600 കോടി രൂപ ചെലവഴിച്ച് 115 പാലങ്ങൾ എന്നിവ UDF സർക്കാരിന്റെ നേട്ടങ്ങളിൽ ചിലത് മാത്രം. 730 ബാറുകൾ പൂട്ടിയതോടെ സമൂഹത്തിൽ വലിയ മാറ്റം ദൃശ്യമായി. ഇനി വിഴിഞ്ഞം വരുന്നു. വികസന വിരോധികളുടെ തുരങ്കം വെപ്പുകളെ മറികടന്ന് തുറമുഖ പദ്ധതിക്ക് വേണ്ടി സർക്കാർ പ്രതിജ്ഞാബദ്ധമായി മുന്നോട്ട് നീങ്ങുന്നു. ഇതിനെല്ലാം ഉപരിയാണ് മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി. എൻ്റെ പേര് സുനീതാണ്. പിന്നെ അഴീക്കോട് ഭാഗത്ത് അതേപോലെ ജോലിക്ക് പോയപ്പോൾ 2ാമത്തെ നില മണ്ടയിൽ ചാരത്തിൽ നിന്ന് പണി ചെയ്തുകൊണ്ടിരുന്നു. ചാര ഒടിഞ്ഞ് തറയതൊരു നട്ടല് പൊട്ടി. അങ്ങനെ കിളിക്കൂടിൻ്റെ താഴോട്ട് കംപ്ലീറ്റ് സ്തംഭിതമായി. പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം, ഒരുപാട് സാധനങ്ങളൊക്കെ ആവും, വാങ്ങിക്കണം, കമ്പി ഇടണം, അതിനൊക്കെ ഒരുപാട് പൈസ ഉണ്ട്, ഉടനെ ചെയ്യാൻ പറ്റുമെന്ന് കേട്ട് അപ്പോഴും ഞങ്ങൾ മറുപടിയൊന്നും പറഞ്ഞില്ല. ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ പലിശയ്ക്കൊക്കെ പൈസ എടുത്ത് കൊച്ചുങ്ങൾക്കും എനിക്ക് കുറച്ച് ഉരുപ്പടിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വിറ്റ് ഞങ്ങൾ ഓപ്പറേഷൻ നടത്തി. ഇദ്ദേഹത്തിൻ്റെ ഒരു വരുമാനം കൊണ്ടാണ് ഞങ്ങൾ ജീവിതം പോണത്. പിന്നെ പലിശ പൈസയൊന്നും കൊടുക്കാൻ പറ്റാതെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ സാറിൻ്റെ ജനസമ്പർക്ക പരിപാടിയെ കുറിച്ച് അറിഞ്ഞതും അതിനുവേണ്ടി ഞങ്ങൾക്കൊരു ഫാമും കിട്ടി. അങ്ങനെ ഞാൻ ഒരു ദിവസം ആ ഫാം പൂരിപ്പിച്ച് അവിടെ പോയിരുന്നു. ജനസമ്പർക്ക പരിപാടിയിൽ പോയെടുത്ത് ഞങ്ങൾക്ക് സാർ വലിയൊരു അനുഗ്രഹം പോലെ, ദൈവത്തെ പോലെ. കഴിഞ്ഞ 3 ജനസമ്പർക്കങ്ങളിലൂടെ ഇതുവരെ ഏകദേശം 141 കോടി രൂപയുടെ സഹായം നൽകിയ ലോകമാതൃക. ഇത് KS ശബരിനാഥനാണ്, നമ്മുടെ GKയുടെ മകൻ. മകനായും സഹോദരനായും സുഹൃത്തായും ശബരി കേരളത്തിന്റെ വികസനത്തിനും അരുവിക്കര മണ്ഡലത്തിന്റെ വികസനത്തിനും എന്താണ് വേണ്ടതെന്ന് ഇനി ആരും അരുവിക്കരക്കാർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതില്ല.
GK-യുടെ പൂർത്തീകരിക്കാനാവാതെ പോയ സ്വപ്നങ്ങളുടെ നൂലിഴകൾ പിരിക്കാനൊരുങ്ങുകയാണ് ഈ ചെറുപ്പക്കാരൻ. അതിൽ കഴിഞ്ഞ തലമുറയുടെ സ്വപ്നങ്ങളുണ്ട്, ഈ തലമുറയുടെ സ്വപ്നങ്ങളുണ്ട്, വരും തലമുറയുടെയും സ്വപ്നങ്ങളുണ്ട്. അരുവിക്കര ഒറ്റ സ്വരത്തിൽ പറയുന്നു,